ഇപ്പോൾ പുല്ലിച്ചിറ പള്ളിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മാതാ തീരത്തു നിന്ന് ഒരു കിടില യാത്ര. കൊല്ലത്ത് മൺട്രോത്തുരുത്തല്ലാതെ ഭംഗിയുള്ള സ്ഥലം ഏതുണ്ടെന്ന് ചോദിച്ചാൽ അതിനേക്കാളും ഭംഗിയുള്ളൊരു സ്ഥലം ആർക്കും അറിയാതെ കിടപ്പുണ്ട്. അത് നമ്മുടെ കൊല്ലത്ത്, അത് നമ്മുടെ പുല്ലിച്ചിറ പള്ളി എന്ന് പറയുന്ന നമ്മുടെ കൊട്ടിയത്ത് നിന്നകത്തോട്ട് പുല്ലിച്ചിറ പള്ളിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്നുണ്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ആയിട്ട്. അതെന്താ അവരുടെ കയ്യിൽ കയാക്കിങ്ങും ഉണ്ട്, സാധാ വള്ളമുണ്ട്. വള്ളത്തിലാണ് നമ്മൾ യാത്ര പോയത്. നമ്മുടെ കൂടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നേ. പോയിട്ട് ഒരു 2-2.5 മണിക്കൂറാണ് അവർ ഈ യാത്രയ്ക്ക് പറയുന്നത്. നേരെ നമ്മൾ ചെല്ലുന്നത് അതിമനോഹരമായ നമ്മുടെ കണ്ടൽക്കാടിലേക്കാണ്. അതും അവിടെ 2 ഗുഹകളുണ്ട്. അതിലാദ്യത്തെ ഗുഹയിൽ നമ്മൾ കയറിയപ്പോൾ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി റേഞ്ചിനകത്ത്. ആ സമയത്തൊക്കെ ആളുകൾ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് വളരെ ഫ്രീ ആയിട്ട് ഗുഹയ്ക്കകത്തോട്ട് കയറി ഇറങ്ങി. അത് മനോഹരമായിട്ടൊരു എ സിക്കകത്ത് കയറുന്ന അതേ ഫീലിലാണ് നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് കയറി ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഗുഹ കണ്ടിറങ്ങി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാര്യം പണ്ടാരോ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാണ് ഈ കണ്ടൽക്കാട്. അത് പിന്നെ ഇങ്ങനെ താഴ്ച വളർന്ന് കയറി വന്നെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ഗുഹ കണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ആരൊക്കെ വന്നിരിക്കുന്നതാണ്. പിന്നെ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പിള്ളേർ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേക ഭാഗത്ത് ഇറങ്ങി നമുക്ക് കുളിക്കാൻ കേട്ടോ. കാര്യം അത്രയും ആഴം കുറവാണ്. ഇത് അവരുടെ ഇടുപ്പിൻ്റെ അത്രയൊക്കെ ആഴം വരുത്തുള്ളൂ. അപ്പം ഇറങ്ങി കുളിക്കാൻ, ചൂടത്ത് കുളിക്കാൻ നല്ല രസമാണ്. അവർ നല്ല എൻജോയ് ചെയ്ത് നമ്മളെ കൂടെ നിൽപ്പുണ്ട്. അവരെ കാത്തുള്ള വള്ളം ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം. ഇനി ചെറിയ സ്നാക്സും അങ്ങനെ തന്നെ കരിക്കൊക്കെ ആയിട്ട് ഒരു കൊച്ചു വണ്ടിയുണ്ട്. ഒരു ചായക്കടയിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് പയ്യനെ തിരക്ക് കൂടിയിട്ടുണ്ട്. അടുത്ത ഗുഹയിൽ കയറിയിട്ട് ഇറങ്ങുന്ന ടീമാണിത്. അങ്ങനെ ആ ടീമിനെ കാത്ത് ഇരിക്കുന്നവർ വേറെയുണ്ട്. പിന്നെ കാത്തു നിൽക്കാനൊന്നും നിന്നില്ല. നേരെ പയ്യനെ നമ്മുടെ വള്ളം വേറൊരു വള്ളത്തിൻ്റെ സൈഡിലോട്ട് ഒതുക്കി. അവിടെ നല്ല സുന്ദരമായ കരിക്ക്, അത് അവിടുന്ന് തന്നെ വെട്ടിക്കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ലെയ്സോ വേറെ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുടിവെള്ളമൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ കരിക്ക് മേടിച്ച് ആ ചൂടത്ത് നൈസായിട്ട് അവിടെ ഇരുന്ന് കരിക്ക് കുടിക്കുന്നതിൻ്റെ ഒരു സുഖമൊന്ന് വേറെ കേട്ടോ. കരിക്കും കുടിച്ച് അവിടെ ഇരിക്കുന്നതനുസരിച്ച് വള്ളങ്ങൾ പുതിയത് വന്നുകൊണ്ടേ ഇരിക്കും. കാര്യം വെയിലണയുന്നതനുസരിച്ച് തിരക്ക് കൂടും. അങ്ങനെ നമ്മൾ അടുത്ത ഗുഹയ്ക്കകത്തോട്ട് കയറി. ഇവിടാണ് ഏറ്റവും മനോഹരം എന്നാണ് നമ്മളെ കൊണ്ടുവന്ന വള്ളത്തിൻ്റെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5-6 പേരും കൂടി ചേർന്ന് അടുത്ത ഗുഹയ്ക്കകത്തോട്ട് കയറി. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എതിരെ ഓരോരുത്തർ വന്നു തുടങ്ങിയായിരുന്നു. കുറേശ്ശെ പിന്നെ അങ്ങോട്ട് തിരക്ക് കൂടുകയാണ്. നമ്മൾ റോഡിലെ ബ്ലോക്കിലൊക്കെ പെടുന്നത് പോലെ ആവും. പിന്നെ ഓരോന്നായിട്ട് വന്നു തുടങ്ങും. നമ്മുടെ കയാക്കിങ്ങിൻ്റെ ചെറിയ സാധനങ്ങൾ, പിന്നെ സ്പീഡ് ബോട്ടുകൾ, വലിയ ബോട്ടുകൾ, അങ്ങനെ ഓരോന്ന് വരും. വരുന്നവരൊക്കെ നമുക്ക് ടാറ്റയൊക്കെ തന്ന് ഹായ് ഹോയ് ഒക്കെ പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. പക്ഷേ എന്തായാലും നല്ല വൈബാണ്. തിരക്കുള്ള സമയത്ത് വന്നാലും ഭയങ്കര കളർഫുൾ ആയിരിക്കും കേട്ടോ. എല്ലാവരും നോക്കി. അതും ഒട്ടുമിക്ക ആളുകളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്തുള്ളവരൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടിട്ടുള്ളത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തെലുങ്കാന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ് കേട്ടോ. ഈ ബാക്കിൽ വരുന്ന ഈ പുള്ളിക്കാരനാണ് ഒരു ടീം, അതായത് കയാക്കിങ്ങിന് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു 10 പേര് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു പുള്ളിയാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കറങ്ങി നടക്കുക. ഗുഹയ്ക്കകത്തും പുറത്തും ആ പ്രദേശത്തും മുഴുവൻ ഇവരെ പോലുള്ള 3-4 പേര് എന്തായാലും കാണും. കാര്യം ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവരാണ് കേട്ടോ. അതേപോലെ നമ്മളെ കണക്ക് തന്നെ ഒരു വള്ളം നമുക്ക് എതിരെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സൈഡ് ഒതുക്കി. കാര്യം ഒരുപാട് പേര് നമുക്ക് എതിരെ വരുന്നുണ്ടായിരുന്നേ. അവർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഒതുക്കി. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മലയാളികളെ ആരെയും ഞാൻ അധികം ഇവിടെ കണ്ടില്ല. എല്ലാവരും കേരളത്തിന് പുറത്തുള്ളവർ. ഈ പുള്ളിക്കാരനും ഒരു ഗൈഡാണ് കേട്ടോ. അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പുള്ളിയാണ്. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ ബാക്കിലായിരിക്കും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് 2 ചേച്ചിമാരും കൊണ്ടുവന്ന് കണ്ടൽക്കാടിനകത്ത് ഒരൊറ്റ ഇടിച്ചൊരു കയറ്റില്ല. പേടിക്കാനൊന്നുമില്ല. നമ്മുടെ വള്ളത്തിലെ ചേട്ടന്മാരും അതേപോലെ അവരുടെ ഗൈഡും വന്നിട്ട് അവരെ അതിൽ നിന്ന് ഇറക്കിയാൽ കൊണ്ടുപോയി കേട്ടോ. കണ്ടൽക്കാടിന് ഒരു പ്രശ്നവും പറ്റൂല. അവർ നേരെ ഒന്നും അറിയാതെ പെട്ടെന്ന് അവരെ കയ്യിൽ നിന്നൊന്നും ബാലൻസ് ഒന്നും തെറ്റി ചെന്ന് കയറി കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ അത് കണ്ടു. പിന്നെ അവരെ അങ്ങനെ പയ്യനതുകൊണ്ട് റിലീസ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് നമ്മൾ നേരെ സൈഡ് ഒതുക്കി. നമ്മുടെ ചേട്ടൻ നേരത്തെ നല്ല അടിപൊളി പൊറോട്ടയും മുട്ടക്കറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾ കിടന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പയ്യനെ ഒതുക്കി ആ നാച്ചുറൽ എസിയിൽ ഇരുന്ന് നല്ല അടിപൊളി പൊറോട്ടയും മുട്ടക്കറി നമ്മളങ്ങ് കാച്ചി. നല്ല സാധനമായിരുന്നു. എന്തായാലും അവിടെ വേസ്റ്റ് ഒന്നും വാരി എറിയരുത്. എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് അവിടെ ഇരുന്നപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് വള്ളങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് പാസ് ചെയ്തിട്ടേ നമുക്ക് പയ്യനെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളേ. പിന്നെ അങ്ങോട്ട് വീണ്ടും മനോഹരമാണ്. നമ്മൾ വെയിൽ അണയുന്നതനുസരിച്ച് ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. പോകുന്നവരും വരുന്നവരൊക്കെ നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല മനോഹരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പയ്യനെ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് വീണ്ടും 2 ടീമുകളും കൊണ്ട് ഒരൊറ്റ ഇടി. നേരത്തെ അവരായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും സംഭവം കഴിഞ്ഞ് നമ്മൾ പയ്യനെ തിരിച്ച് നമ്മുടെ പുല്ലിച്ചിറ പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ കടത്തിലെണ്ണ നല്ല സെറ്റപ്പായിട്ട് നല്ല തുഴഞ്ഞ് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാതാതീരമൊക്കെ സന്ദർശിച്ച് നമ്മൾ കണ്ടൽക്കാടും കണ്ട് തിരിച്ച് നമ്മൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട്.